ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ മൊഡ്യൂളിലെ MCQ അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ചാപ്റ്റർ 20, ചാപ്റ്റർ 21, ചാപ്റ്റർ 20, 21 ഈ 2 ചാപ്റ്ററുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് മാർക്ക് ട്രൂ ഓർ ഫാൾസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വായിച്ച് അത് ശരിയോ തെറ്റോ, ട്രൂ ആൻഡ് ഫാൾസ് അടയാളപ്പെടുത്താനാണ്. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹിസ്റ്ററി ഓഫ് നാഷണലിസം ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. ദേശീയതയുടെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ഇത് ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഐഡിയ ഓഫ് നാഷണലിസം ഹാസ് ഇറ്റ്സ് ഒറിജിൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ്. ദേശീയത എന്ന ആശയത്തിൻ്റെ ഉത്ഭവം ആധുനിക യൂറോപ്പിൻ്റെ ചരിത്രത്തിലാണ്. അത് ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് തേർഡ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാഷണലിസം വാസ് ദ റിസൾട്ട് ഓഫ് ദ മോഡേൺ ഇൻഡസ്ട്രിയൽ എക്കണോമി. ആധുനിക വ്യാവസായിക സമ്പദ് വ്യവസ്ഥയുടെ ഫലമായിരുന്നു ദേശീയത. ആൻസർ ട്രൂ ആണ് വരുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ റിയലൈസേഷൻ ഓഫ് നാഷണലിസം ഹാഡ് നോട്ട് കം അബോവ് അൺടിൽ ദ മിഡിൽ ഓഫ് ദ 19th സെഞ്ചുറി. ഇന്ത്യയിൽ ദേശീയതയുടെ സാക്ഷാത്കാരം 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൻസർ ട്രൂ ആണ് വരുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ 2 പോയിന്റ്സ് വിച്ച് ആർ ക്രൂഷ്യൽ ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയത മനസ്സിലാക്കുന്നതിന് നിർണായകമായ 2 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ഓപ്പോസിഷൻ ടു ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തോടുള്ള എതിർപ്പാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എ യൂണിറ്റി ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനതയുടെ ഐക്യം. ഇവയാണ് ഇന്ത്യൻ ദേശീയത മനസ്സിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിട്ട് വരുന്നത്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ റിഫോമർ ഹു അറ്റാക്ക്ഡ് ദ പ്രാക്ടീസ് ഓഫ് സതി. സതി ആചാരത്തെ എതിർത്തിരുന്ന പരിഷ്കർത്താവ് ആരായിരുന്നു? രാം മോഹൻ റോയ് ആയിരുന്നു. രാജാ റാം മോഹൻ റോയ് എന്ന് പറയല്ലേ, രാം മോഹൻ റോയ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ റിഫോമർ അഡ്വക്കേറ്റ് വിൻഡോ റീമാരേജ്. വിധവ പുനർവിവാഹത്തിന് വേണ്ടി വാദിച്ച ഇന്ത്യൻ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ റാം മോഹൻ റോയ്. റാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? ബ്രഹ്മ സമാജ്. ആൻസർ ബ്രഹ്മ സമാജ്. നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കൾച്ചറൽ നാഷണലിസം. സാംസ്കാരിക ദേശീയതയുടെ 2 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ഓപ്പോസിഷൻ ടു സം എലമെൻറ്റ്സ് ഓഫ് ദ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ. പരമ്പരാഗത ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളോടുള്ള എതിർപ്പ് ആണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് എ റെസിസ്റ്റൻസ് ടു ദ എൻകറേജ്മെൻറ്റ് ഓഫ് കൊളോണിയൽ കൾച്ചർ ഇൻ ദ ലിവ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ജീവിതത്തിൽ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തിനായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സാംസ്കാരിക ദേശീയതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10, പത്താമത്തെ ക്വസ്റ്റ്യൻ. നെയിം സം ഓഫ് ദ ഇന്ത്യൻ ലീഡർ ഹു ആർഗ്യൂഡ് ദാറ്റ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് എക്സ്പ്ലോയിറ്റിംഗ് ഇന്ത്യൻ എക്കണോമി. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ചൂഷണം ചെയ്യുകയാണെന്ന് വാദിച്ച ഇന്ത്യയിലെ ചില നേതാക്കന്മാരുടെ പേരുകൾ. ആൻസർ ഒന്നാമത്തത് ദാദാഭായ് നവറോജി.
രണ്ട് RC ദത്ത്, മറ്റൊന്ന് മഹാദേവ് ഗോവിന്ദ് റാനഡെ. ഇവരാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പരിഷ്കരണ നേതാക്കന്മാരായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡ്രെയിൻ തിയറി ആൻഡ് ഹൂ propounded it? ഡ്രെയിൻ തിയറി എന്താണ്? ഡ്രെയിൻ തിയറി എന്താണ്? ഇത് ഈ ഒരു കോൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് വെച്ചത്? ദ ഡ്രെയിൻ തിയറി meant a systematic transfer of Indian wealth to England through trade, industry and salaries of British officials posted in India. ഡ്രെയിൻ തിയറി പ്രകാരം, ഡ്രെയിൻ സിദ്ധാന്ത പ്രകാരം ഉദ്ദേശിക്കുന്നത് വ്യാപാരം, വ്യവസായം എന്നിവയിലൂടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം. 3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ നടക്കുന്ന വ്യാപാരം, അതുപോലെ ഇന്ത്യയിലെ വ്യവസായം, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം. ഈ കാര്യങ്ങളിലൂടെ ഇന്ത്യയിലുള്ള സമ്പത്ത് എവിടേക്ക് പോകുന്നു? ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇന്ത്യൻ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് വ്യവസ്ഥാപിതമായി കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഡ്രെയിൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ചെലവഴിക്കേണ്ട തുക, എമൗണ്ട്, ക്യാഷ് എവിടേക്കാണ് പോകുന്നത്? ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി അനുവദിച്ചുകൂടാ എന്നാണ് ഈ സിദ്ധാന്തം കൊണ്ട് മുന്നോട്ട് വെച്ചത്. അതുപോലെ ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചതാരാണ്? ദാദാബായ് നവറോജിയാണ്. ഇത് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത്, അവതരിപ്പിച്ചത്, മുന്നോട്ട് വെച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക് നാഷണലിസം? സാമ്പത്തിക ദേശീയതയുടെ പ്രാധാന്യം എന്താണ്? ആൻസർ: ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക് നാഷണലിസം വാസ് ദാറ്റ് ഇറ്റ് demolished the myth and the British colonial rule was working in the interest of the Indian people. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവര് ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന മിഥ്യാധാരണയെ അത് തകർത്തിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്തുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ദേശീയതയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിലൊന്നായിരുന്നു എക്കണോമിക് നാഷണലിസം, സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ അവര് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള മിഥ്യാധാരണ, അതായത് വെറുമൊരു സങ്കല്പം മാത്രമായിരുന്നു. അതിനെ പൊളിച്ചത് എക്കണോമിക് നാഷണലിസം ആയിരുന്നു, സാമ്പത്തിക ദേശീയതയായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ വാസ് ദ ഐഡിയ ഓഫ് എക്കണോമിക് നാഷണലിസം യൂസ്ഡ് ബൈ ദ ലീഡേഴ്സ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് ഇൻ ദ 20th century? 20ാം നൂറ്റാണ്ടിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ സാമ്പത്തിക ദേശീയത എന്ന ആശയം എങ്ങനെയാണ് അവർ ഉപയോഗിച്ചത്? ടു മൊബിലൈസ് ദ ഇന്ത്യൻ പീപ്പിൾ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടുവാൻ വേണ്ടി അവർ ഇന്ത്യൻ ജനതയെ അണിനിരത്തി. അങ്ങനെയാണ് സാമ്പത്തിക ദേശീയത എന്നുള്ള ആശയം ജനങ്ങളിൽ കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടുവാൻ വേണ്ടി ഇന്ത്യൻ ജനതയെ അണിനിരത്തുക. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്യാരിഡ് ഓൺ ആൻഡ് ഡാഷ് വിത്ത് ഇന്ത്യ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി ഡാഷ് ബന്ധം പുലർത്തിയിരുന്നു. ആൻസർ: അൺഈക്വൽ ട്രേഡ്, അസമമായിട്ടുള്ള വ്യാപാരം. അതായത് ബ്രിട്ടീഷുകാർക്ക് ഒരു റൂളായിരുന്നു, അവർക്ക് ധാരാളം വിലയിൽ കിഴിവുണ്ടായിരുന്നു, മറ്റുള്ള ഓഫറുകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലുള്ള ആളുകൾക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് അത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യങ്ങളോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കൂടുതൽ വില നൽകുകയും ചെയ്യേണ്ടി വന്നിരുന്നു. ആൻസർ വരുന്നത് അൺഈക്വൽ ട്രേഡ് ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ദാദാബായ് നവറോജി റോഡ് ദ ബുക്ക്. ദാദാബായ് നവറോജി എഴുതിയ ബുക്ക് ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോവർട്ടി ആൻഡ് ദ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
ദാരിദ്ര്യവും ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ ഭരണവും. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണേ. പോവർട്ടി ആൻഡ് ദ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാരിദ്ര്യവും ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ ഭരണവും. ഈ പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ഇത് നേരെ തിരിച്ചു ചോദിക്കാം, ഈ ബുക്ക് ആരാണ് എഴുതിയത് എന്നും തിരിച്ചു ചോദിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആക്ച്വൽ ഡ്രെയിൻ ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് എമൗണ്ടഡ് ടു ഡാഷ് ഓഫ് ഇന്ത്യാസ് ടോട്ടൽ സേവിങ്സ്. ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള യഥാർത്ഥ ഡ്രെയിനിങ് കൊണ്ടുപോകൽ ഇന്ത്യയുടെ മൊത്തം സമ്പാദ്യത്തിൻ്റെ ഡാഷ് ആയിരുന്നു. 1/3. 1/3 മൂന്നിൽ ഒരു ഭാഗമാണ് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പോയത്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ കൊളോണിയൽ റൂളേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് ഡാഷ് ഫോർ ദയർ ഇൻഡസ്ട്രീസ്. കൊളോണിയൽ ഭരണാധികാരികൾ അവരുടെ വ്യവസായങ്ങൾക്കായി ഡാഷ് ഒരു സ്രോതസ്സായി ഇന്ത്യയെ ചൂഷണം ചെയ്തിരുന്നു. അവിടെ ആൻസർ വരിക റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ. അതായത് ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഫൗണ്ടഡ് ആര്യ സമാജ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലീഡേഴ്സ് were the central ideas of the western civilization. ഇന്ത്യൻ നേതാക്കളുടെ അഭിപ്രായത്തിൽ പാശ്ചാത്യ നാഗരികതയുടെ കേന്ദ്ര ആശയങ്ങൾ എന്തായിരുന്നു? ഇതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തത് ഇൻഡിവിജ്വലിസം, വ്യക്തിവാദം. രണ്ടാമത്തത് സെക്കുലറിസം, മതേതരത്വം. മൂന്നാമത്തത് റേഷണലിസം, യുക്തിവാദം. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഇന്ത്യൻ ലീഡർ ഹു ഇൻട്രഡ്യൂസ്ഡ് ഗണപതി ഫെസ്റ്റിവൽ ഇൻ ഓർഡർ ടു റീച്ച് ഔട്ട് ടു ദ പീപ്പിൾ. ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായി ഗണപതി ഉത്സവം അവതരിപ്പിച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? ആൻസർ ബാലഗംഗാധര തിലക്. ഈ ഒരു ക്വസ്റ്റ്യനും പ്രത്യേകം നോട്ട് ചെയ്യണേ. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് മതപരമായിട്ടുള്ള ദേശീയത ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ഈ ഒരു ഗണപതി ഉത്സവം. അപ്പോൾ ഈ ഗണപതി ഉത്സവം അവതരിപ്പിച്ചതാരാണ്? ബാലഗംഗാധര തിലകാണ്. ഇത് കൊണ്ടുവന്നത് മഹാരാഷ്ട്രയിലായിരുന്നു കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. മഹാരാഷ്ട്രയിലാണ് ഗണപതി ഉത്സവം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൂ ഓർ ഫാൾസ് രേഖപ്പെടുത്താനാണ്. അതിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബങ്കിം ചന്ദ്ര ഫെൽറ്റ് that the idea of western civilization could be applied to India. പാശ്ചാത്യ നാഗരികതയുടെ ആശയങ്ങൾ ഇന്ത്യയിലും പ്രയോഗിക്കാമെന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി കരുതിയിരുന്നു. ആൻസർ ഫാൾസ്, തെറ്റാണത്. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ലീഡേഴ്സ് ലൈക്ക് ദയാനന്ദ് ആൻഡ് വിവേകാനന്ദ് derived their inspiration from the European text. ദയാനന്ദ സരസ്വതി അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ നേതാക്കൾ യൂറോപ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. അത് ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ. എക്കണോമിക് നാഷണലിസം, കൾച്ചറൽ നാഷണലിസം ആൻഡ് നാഷണലിസം based on religion followed different paths to arrive at the same end. സാമ്പത്തിക ദേശീയത അതുപോലെ സാംസ്കാരിക ദേശീയത, മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയത, ഈ 3 ദേശീയതകളും ഒരേ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി വ്യത്യസ്ത വഴികളാണ് പിന്തുടർന്നിരുന്നത്. ലക്ഷ്യം ഒന്നായിരുന്നു, പക്ഷേ അവർ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ വ്യത്യസ്തമായിരുന്നു. ശരിയാണ്, ട്രൂ ആണ്. അവരുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യൻ ദേശീയത കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ 3 മേഖല ആയതുകൊണ്ട് 3 രീതിയിലാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് മാത്രം.
ഇനി നെക്സ്റ്റ് വരുന്നത് 25 ക്വസ്റ്റ്യൻ. ഹൂ ഇനിഷ്യേറ്റഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര? മഹാരാഷ്ട്രയിൽ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ആൻസർ ജ്യോതിബ ഫുലെയാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് 26 ക്വസ്റ്റ്യൻ. വിച്ച് പ്രൊമിനന്റ് ലീഡേഴ്സ് പ്രൊമോട്ടഡ് എ തിങ്കിങ് ഓൺ ഇന്ത്യൻ നാഷണലിസം ബേസ്ഡ് ഓൺ റീജൻ? മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ചിന്തയെ പ്രചരിപ്പിച്ച പ്രമുഖ നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? അത് വരുന്നത് ഒന്നാമത്തത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ്, അരബിന്ദോ ഘോഷ്. ഇവരാണ് പ്രധാനപ്പെട്ട മതത്തെ അടിസ്ഥാനപ്പെടുത്തി ദേശീയത പ്രചരിപ്പിച്ച നേതാക്കന്മാർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 20ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇത് നമുക്ക് 21ാമത്തെ ചാപ്റ്റർ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്? വിച്ച് ഇംഗ്ലീഷ് ഓഫീസർ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇറ്റ്സ് ഫോർമേഷൻ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എപ്പോഴാണ്? അതിൻ്റെ രൂപീകരണത്തിൽ ഏത് ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ് നിർണായകമായ പങ്ക് വഹിച്ചത്? ഇന്ത്യൻ നാഷണൽ രൂപീകരിച്ചെന്നാണ് ഡിസംബർ 1885 നേതൃത്വം നൽകിയ ഓഫീസർ എ.ഒ. ഹ്യൂമായിരുന്നു. എ.ഒ. ഹ്യൂമാണ് നേതൃത്വം നൽകിയിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹു അനൗൺസ്ഡ് ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ ആൻഡ് വെൻ? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആരാണ്? എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? വർഷം 1905 പ്രഖ്യാപിച്ചത് ആരാണ്? ലോർഡ് കഴ്സൺ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പോപ്പുലർ തിയേറ്റർ ഫ്രം വാസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് നാഷണലിസ്റ്റ് ഫീലിംഗ്? ദേശീയ വികാരം പ്രചരിപ്പിക്കാൻ ഏത് ജനപ്രിയ നാടകരൂപമാണ് ഉപയോഗിച്ചത്? ആൻസർ ജാത്ര. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മെയിൻ റീസൺ ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻ 1911? 1911 തലസ്ഥാനം മാറ്റുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ആൻസർ ടു ഡിക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൽക്കട്ടയുടെ പ്രാധാന്യം കുറക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹു ഫൗണ്ടഡ് ഗദ്ദർ മൂവ്മെന്റ് ഇൻ ദ സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൽ ഗദ്ദർ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ സോഹൻ സിംഗ് ബക്ന. രണ്ടുപേരാണ്. ഒന്നാമത്തത് സോഹൻ സിംഗ് ബക്ന ആൻഡ് ഹർദയാൽ. രണ്ടാമത്തെ ഒരാള് ഹർദയാൽ. അതിന് നെക്സ്റ്റ് വരുന്നത് മറ്റൊരു ക്വസ്റ്റ്യന് നോക്കൂ. അത് വാട്ട് ഈസ് കൊമഗാഡ മാരു ഇൻസിഡന്റ്? കൊമാഗത മാരു സംഭവം എന്താണ്? അതിൻ്റെ ആൻസർ നോക്കൂ. പാസഞ്ചേഴ്സ് ഓഫ് ദ ഷിപ്പ് കൊമഗാത മാരു ടു കാനഡ were turned away by the Canadian government when they reached Calcutta in 1940. Passengers clashed with the police and 22 people were killed. 1914 കൊമഗാത മാരു എന്ന കപ്പലിൽ യാത്രക്കാരെ കാനഡയിലേക്കുള്ള യാത്ര കനേഡിയൻ സർക്കാർ തിരിച്ചയച്ചു. അവര് കൊൽക്കത്തയിൽ എത്തിയ സമയത്ത് യാത്രക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയും ആ ഏറ്റുമുട്ടലിൽ 22 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെയാണ് കൊമഗാത മാരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഹു ബ്രോട്ട് ഔട്ട് ദ റെവല്യൂഷണറി ജേണൽ? വിപ്ലവ ജേണൽ പുറത്തിറക്കിയത് ആരാണ്? ആൻസർ
മാഡം കാമ. 7th question. ഏഴാമത്തത് ആനി ബസന്റ് ആൻഡ് തിലക് സ്റ്റാർട്ടഡ് വിച്ച് മൂവ്മെന്റ്. ആനി ബസന്റും തിലകും ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഹോം റൂൾ മൂവ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആനി ബസന്റ്, ബാലഗംഗാധര തിലക് ഇവർ ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ഹോം റൂൾ മൂവ്മെന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി എക്സ്പെരിമെന്റ് വിത്ത് വിച്ച് ഈ മൂവ്മെന്റ് ഓൺ ഹിസ് മെത്തേഡ് ഓഫ് നോൺ വയലൻസ് സത്യാഗ്രഹ ഡ്യൂറിംഗ് 1916 to 1917. 1916 മുതൽ 17 കാലഘട്ടത്തിൽ ഗാന്ധിജി ഏത് പ്രസ്ഥാനത്തിലാണ് തൻ്റെ അഹിംസാ സത്യാഗ്രഹം പരീക്ഷിച്ചത്? അതിൻ്റെ ആൻസർ ചമ്പാരൻ സമരം. ഒന്നാമത്തത് ചമ്പാരൻ സമരം, അതുപോലെ തന്നെ അഹമ്മദാബാദിലെ സമരം, പിന്നെ അതുപോലെ തന്നെ ഖേദ സമരം. ഈ 3 അഹിംസ സത്യാഗ്രഹം പ്രധാനമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പരീക്ഷിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വാസ് റൗലറ്റ് സത്യാഗ്രഹ ലോഞ്ച്ഡ്? റൗലത്ത് സത്യാഗ്രഹ ആരംഭിച്ചത് എപ്പോഴാണ്? 6 ഏപ്രിൽ 1919. 1919 ഏപ്രിൽ 6 റൗലത്ത് സത്യാഗ്രഹം ആരംഭിച്ചത്. ഓർത്തു വെക്കാൻ സുഖമാണ്, 1919 ഓർത്തു വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈശാഖി ഡേ ഓഫ് 1919 ഇൻ നാഷണൽ മൂവ്മെന്റ്? ദേശീയ പ്രസ്ഥാനത്തിൽ 1919 ബൈശാഖി ദിനത്തിന്റെ പ്രാധാന്യം എന്താണ്? അതിന് ആൻസർ ഓൺ ദിസ് ഡേ ഓൺ ദ ഗാദറിംഗ് അറ്റ് ജാലിയൻവാലാബാഗ് ജനറൽ ഡയർ ഹാസ് ഹിസ് മെൻ ഫയർ അറ്റ് ദ ക്രൗഡ് ഓഫ് അൺആർമഡ് ആൻഡ് ഹെൽപ്ലെസ് പീപ്പിൾ ലീവിംഗ് 379 ഡെഡ്. ജാലിയൻവാലാബാഗിലെ സമ്മേളനത്തിൽ ജനറൽ ഡയർ, പേര് ഓർത്ത് നോക്കണ്ട, ജനറൽ ഡയർ തൻ്റെ ആളുകളെ, അതായത് തൻ്റെ പട്ടാളക്കാരുമായിട്ട് നിരായുധരും നിസ്സഹായരുമായിട്ടുള്ള ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ആ ഒരു സംഭവത്തിൽ 379 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നൊക്കെ പറയാറുണ്ട്. അതിന് മറ്റൊരു പേരാണ് ബൈശാഖി ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി, അതൊരു മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി ആരായിരുന്നു? ജനറൽ ഡയർ ആയിരുന്നു. ഈ ഒരു സംഭവമാണ് ജാലിയൻവാലാബാഗ് സംഭവം അല്ലെങ്കിൽ ബൈശാഖി ഡേ എന്നറിയപ്പെടുന്നത്. വർഷം 1919 ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് സ്പെസിഫിക് പോയിന്റ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് ഇനിഷ്യേറ്റഡ്? ഏതൊക്കെ പ്രത്യേക വിഷയങ്ങളിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഒന്നാമത്തത് ഖിലാഫത്ത് സംഭവങ്ങൾ, അതുപോലെ പഞ്ചാബിൻ്റെ സ്വാതന്ത്ര്യ മറ്റു കാര്യങ്ങൾ, പിന്നെ മറ്റൊന്ന് സ്വരാജ് പാർട്ടി രൂപീകരണം, സ്വരാജ് പദ്ധതി, സ്വരാജ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിസ്സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്ന വിഷയങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ആൻഡ് ബൈ ഹൂം സ്വരാജ് പാർട്ടി വാസ് ഫൗണ്ടഡ്? സ്വരാജ് പാർട്ടി ആരാണ് രൂപീകരിച്ചത്? എപ്പോഴാണ് രൂപീകരിച്ചത്? ആൻസർ 1923 രൂപീകരിച്ചത്. ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു, അതുപോലെ CR ദത്ത്. ഇവർ 2 പേരും ചേർന്നുകൊണ്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് ഫുൾ ഫോം ഓഫ് HSRA. HSRAയുടെ പൂർണ്ണ രൂപം എന്താണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം വേർ ദണ്ഡി മാർച്ച് വാസ് സ്റ്റാർട്ടഡ്? ദണ്ഡി മാർച്ച്, ഉപ്പ് സത്യാഗ്രഹത്തിന് ദണ്ഡി മാർച്ച് അറിയാലോ. ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? സബർമതി ആശ്രം. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ആരംഭിച്ചത്. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി പ്രൊവിൻസസ്
Congress got absolute majorities during 1937 election. 1937 തെരഞ്ഞെടുപ്പിൽ എത്ര പ്രവിശ്യകളിലാണ് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിച്ചത്? എത്ര പ്രവിശ്യകളിലാണ് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിച്ചത്? ആൻസർ 5. 5 പ്രവിശ്യകളിലായിരുന്നു, 5 മേഖലകളിലാണ്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി പീപ്പിൾ വേർ അറസ്റ്റഡ് ഇൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ എത്ര പേര് അറസ്റ്റിലായി? ഓവർ 91,000. ആൻസർ 91,000-ലധികം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വേർ സം ഓഫ് ദ ന്യൂ യങ്ങർ ലീഡർ ഹു കൺവെന്റഡ് ദ മോഡറേറ്റ്സ്? മിതവാദികളെ അപലപിച്ച പുതിയ യുവ നേതാക്കളിൽ ചിലർ ആരെല്ലാമാണ്? അവരുടെ പേര് പറയാനാണ്. അതിൻ്റെ ആൻസർ നോക്കുക. ഒന്നാമത്തത് അരബിന്ദോ ഘോഷ്, രണ്ടാമത്തത് അശ്വിൻ കുമാർ ദത്ത്, അതുപോലെ അശ്വിൻ കുമാർ ദത്ത്, പിന്നെ ലജ്പത് റായ്, പിന്നെ അതുപോലെ BG തിലക്. പ്രധാനപ്പെട്ട 4 നേതാക്കന്മാരെയാണ് കൊടുത്തുള്ളത്. അരബിന്ദോ ഘോഷ്, അശ്വിനി കുമാർ ദത്ത്, പിന്നെ ലജ്പത് റായ്, പിന്നെ BG തിലക്. അശ്വിനി കുമാർ ദത്ത്, ലജ്പത് റായ്, BG തിലക്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇവന്റ് ലീഡ് ടു ദ ഫോർമൽ ബിഗിനിങ് ഓഫ് ദ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്? സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക തുടക്കത്തിന് കാരണമായിട്ടുള്ള സംഭവം എന്തായിരുന്നു? അതിന് ആൻസർ ദ പാർഷൻ ഓഫ് ബംഗാൾ ബൈ ലോർഡ് ക്രൂയിസൺ ഇൻ 1905 ലീഡ് ടു വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് ദ ഇനിഷ്യേഷൻ ഓഫ് ദ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. 1905 ലോർഡ് കഴ്സൺ ബംഗാൾ വിഭജനം ലോർഡ് കഴ്സൺ നടത്തിയിട്ടുള്ള ബംഗാൾ വിഭജനം അത് വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങൾക്കും അതുപോലെ സ്വദേശി പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനങ്ങൾക്കും ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും തുടക്കമിടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 1905 ലോർഡ് കഴ്സൺ നടപ്പിലാക്കിയ ബംഗാൾ വിഭജനമായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ആൻഡ് ഹൗ വാസ് ദ സ്വദേശി മൂവ്മെന്റ് ഫോർമലി പ്രൊക്ലെയിംഡ്? സ്വദേശി പ്രസ്ഥാനം ഔപചാരികമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്, എങ്ങനെയാണ് പ്രഖ്യാപിച്ചത്? അതിൻ്റെ ആൻസർ ദ സ്വദേശി മൂവ്മെന്റ് വാസ് ഫോർമലി proclaimed on August 7, 1905 with the passing of boycott resolution at a meeting in the Calcutta Town Hall. 1905 ഓഗസ്റ്റ് 7 കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഇത് പാസ്സാക്കിയത്. വർഷം 1905 ആണ്, ഓഗസ്റ്റ് 7 സ്ഥലം എവിടെയാണ്? കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അവിടെ നടന്നൊരു യോഗത്തിൽ ബഹിഷ്കരിക്കുക എന്ന പ്രമേയം പാസ്സാക്കിയതോടെയാണ് സ്വദേശി പ്രസ്ഥാനം ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സെഷൻ ഡിഡ് ദ കോൺഗ്രസ് സ്പ്ലിറ്റ് ഇൻ ടു മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? കോൺഗ്രസ് 2 വിഭാഗമായി തിരിയുകയും അതിൽ മിതവാദികൾ അതുപോലെ തീവ്രവാദികൾ എന്നിങ്ങനെ 2ആയി പിളർന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മിതവാദികൾ അതുപോലെ തീവ്രവാദികൾ എന്നിങ്ങനെ 2 വിഭാഗമായി തിരിഞ്ഞത്? അത് സൂറത്ത് വെച്ച് നടന്ന സമ്മേളനമായിരുന്നു. ആൻസർ സൂറത്ത്. വർഷം ഏതായിരുന്നു? 1907 നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് 2 റവല്യൂഷണറീസ് അറ്റംപ്റ്റഡ് ടു അസാസിനേറ്റഡ് വൈസ്രോയ് ലോർഡ് ഹാർഡിഞ്ചൻ?
ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിഞ്ചിനെ വധിക്കുവാൻ ശ്രമിച്ചിരുന്ന 2 വിപ്ലവകാരികൾ ആരെല്ലാമായിരുന്നു? അതിൻ്റെ ആൻസർ ഒന്നാമത്തത് റാസ് ബഹാരി ബോസ്. ഒന്നാമത്തെ ആള് റാസ് ബഹാരി ബോസ്. രണ്ടാമത്തത് സജീന്ദ്രനാഥ് സന്യാൽ. സജീന്ദ്രനാഥ് സന്യാൽ. ഈ 2 ആളുകളാണ് വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിഞ്ചിനെ വധിക്കുവാനുള്ള ശ്രമം നടത്തിയത്. ഇനി നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സെന്റർ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാർട്ടഡ് ബൈ ശ്യാംജി കൃഷ്ണവർമ്മ ഇൻ ലണ്ടൻ? ലണ്ടനിൽ ശ്യാംജി കൃഷ്ണവർമ്മ ആരംഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായുള്ള കേന്ദ്രത്തിന്റെ പേരെന്താണ്? ആൻസർ ഇന്ത്യൻ ഹൗസ്. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ റെവല്യൂഷണറി ജേർണൽ ബ്രോട്ട് ഔട്ട് ബൈ മാഡം കാമ ഫ്രം യൂറോപ്പ്? യൂറോപ്പിൽ നിന്ന് മാഡം കാമ പുറത്തിറക്കിയ വിപ്ലവ ജേർണലിന്റെ പേരെന്തായിരുന്നു? ആൻസർ വന്ദേ മാതരം. നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇൻ വിച്ച് US city did the mass based ഗദ്ദാർ മൂവ്മെന്റ് ബീങ്? ഏത് US നഗരത്തിലാണ് ബഹുജന കേന്ദ്രീകൃത ഗദ്ദർ പ്രസ്ഥാനം ആരംഭിച്ചത്? എവിടെയായിരുന്നു? ആൻസർ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു. ആൻസർ സാൻ ഫ്രാൻസിസ്കോ. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് റവല്യൂഷണറി ലീഡർ ഹെഡഡ് ദ യൂണിഫൈഡ് ദ ബംഗാളി റവല്യൂഷണറി ഔട്ട്ഫിറ്റ്സ്? ഏകീകൃത ബംഗാളി വിപ്ലവ സംഘടനകൾക്ക് നേതൃത്വം നൽകിയിരുന്ന വിപ്ലവ നേതാവ് ആരായിരുന്നു? അതിൻ്റെ ആൻസർ ജതിൻ മുഖർജിയാണ്. ജതിൻ മുഖർജി. അദ്ദേഹത്തിന് ബാഗ ജതിൻ എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ജതിൻ മുഖർജി അല്ലെങ്കിൽ ബാഗ ജതിൻ എന്നും അറിയപ്പെടാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ. 26. വിച്ച് 2 ലീഡേഴ്സ് സ്റ്റാർട്ടഡ് ദ ഹോം റൂൾ മൂവ്മെന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച 2 നേതാക്കന്മാർ ആരൊക്കെയാണ്? ആൻസർ തിലകൻ ആൻഡ് ആനി ബസന്റ്. നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് 1919 കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ഡിനാർക്കി? 1919 ഭരണഘടനാ പരിഷ്കരണങ്ങൾ ദ്വിഭരണ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ദ്വിഭരണ സമ്പ്രദായം കൊണ്ടുവന്നത് ആരൊക്കെയാണ്? അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആയിരുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണങ്ങളാണ് 1919 ഭരണഘടനാ പരിഷ്കരണങ്ങൾ ദ്വിഭരണ സമ്പ്രദായം കൊണ്ടുവന്നത്. നെക്സ്റ്റ് വരുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് MK ഗാന്ധി അറൈവ്ഡ് ബാക്ക് ഇൻ ഇന്ത്യ? MK ഗാന്ധി ഇന്ത്യയിൽ എപ്പോഴാണ് തിരിച്ചെത്തിയത്? ആൻസർ വർഷം 1915 നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഡിസ്ട്രിക്ട് ഡിഡ് പീസൺ അഗൈൻസ്റ്റ് ഫോഴ്സ്ഡ് ഇൻഡിഗോ കൾവേഷൻ? നിർബന്ധിത ഇൻഡിഗോ കൃഷിക്കെതിരെ നിർബന്ധിതമായ ഇൻഡിഗോ കൃഷിക്കെതിരെ, അതായത് ടിൻകാത്തിയ സമ്പ്രദായം എന്നറിയപ്പെട്ട ടിൻകാത്തിയ സമ്പ്രദായം. അപ്പോൾ ഇൻഡിഗോ കൃഷിക്കെതിരെ കർഷകർ എവിടെയാണ്, ഏത് ജില്ലയിലാണ് പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത്? ആൻസർ ചമ്പാരൻ. ചമ്പാരൻ സമരം എന്ന് കേട്ടിട്ടില്ലേ? ചമ്പാരനിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സ്പെസിഫിക് വർക്കേഴ്സ് ഡിമാൻഡ് ഇൻ ദ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്? അഹമ്മദാബാദ് മിൽ സമരത്തിൽ തൊഴിലാളികളുടെ പ്രത്യേക ആവശ്യം എന്തായിരുന്നു? ആൻസർ 35% വേജ് ഇൻക്രീസ്ഡ്. 35% വേതന വർധനവാണ് അവർ മുന്നോട്ട് വച്ചിരുന്ന ആവശ്യം. ഇനി നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ഡിഡ് ഗാന്ധി ഫസ്റ്റ് യൂസ് ഡ്യൂറിങ് ദ അഹമ്മദാബാദ് സ്ട്രഗിൾ? അഹമ്മദാബാദ് സമരകാലത്ത്
ഗാന്ധിജി ആദ്യമായി ഉപയോഗിച്ച പ്രതിഷേധ രീതി ഏതായിരുന്നു? ആൻസർ നിരാഹാര സമരമായിരുന്നു. നെക്സ്റ്റ് വൺ 32 32ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കീ പൊളിറ്റിക്കൽ ലീഡർ ഹെൽപ്ഡ് ഗാന്ധി ഓർഗനൈസ്ഡ് ദ ഖേദ പീസൺ മൂവ്മെന്റ്? ഖേദ കർഷക പ്രസ്ഥാനം സംഘടിപ്പിക്കുവാൻ ഗാന്ധിയെ സഹായിച്ച പ്രധാന രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? ആൻസർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. നെക്സ്റ്റ് 33ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ടു ബിൽസ് പാസ്ഡ് ഇൻ 1919 ദെൻ കർബ്ഡ് സിവിൽ ലിബർട്ടീസ്? 1919 പാസാക്കിയ രണ്ട് പൗര സ്വാതന്ത്ര്യങ്ങളെ തടയുന്ന ബില്ലുകളുടെ പേരെന്താണ്? റൗലത്ത് ബിൽസ്. ആൻസർ റൗലറ്റ് ബിൽസ്. നെക്സ്റ്റ് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ റൗലറ്റ് സത്യാഗ്രഹ ദ ഫസ്റ്റ് ഓഫ് അണ്ടർ ഗാന്ധിസ് ഗൈഡൻസ്? ഗാന്ധിജിയുടെ മാർഗനിർദ്ദേശപ്രകാരം നടന്ന റൗലത്ത് സത്യാഗ്രഹത്തിൽ ആദ്യത്തേത് ഏതായിരുന്നു? ആൻസർ നാഷണൽ വൈഡ് പ്രൊട്ടസ്റ്റ്. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് സിറ്റി ഡിഡ് ദ ജാലിയൻവാലാബാഗ് മാസ്കർ ഒക്കർ? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ അമൃത്സർ ആയിരുന്നു. പഞ്ചാബിലെ അമൃത്സറിലാണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ബ്രിട്ടീഷ് ജനറൽ ഓർഡർ ദ ഫയറിംഗ് അറ്റ് ജാലിയൻവാലാബാഗ്? ജാലിയൻവാലാബാഗിൽ വെടിവെപ്പിന് ഉത്തരവിട്ട ബ്രിട്ടീഷ് ജനറൽ ആരായിരുന്നു? ആൻസർ ജനറൽ ഡയർ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് 3 സ്പെസിഫിക് പോയിന്റ്സ് ഡിഡ് ഗാന്ധി ടേക്ക് അപ്പ് ഫോർ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിനായി ഗാന്ധിജി ഏത് 3 പ്രത്യേക കാര്യങ്ങളാണ് ഏറ്റെടുത്തിരുന്നത്? ഒന്നാമത്തത് ഖിലാഫത്ത്, 2 പഞ്ചാബ്, അതുപോലെ തന്നെ 3ാമത്തത് സ്വരാജ്. നെക്സ്റ്റ് വരുന്നത് 38ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ബ്രദേഴ്സ് ലീഡ് ദ ഓൾ ഇന്ത്യൻ ഖിലാഫത്ത് കോൺഫറൻസ്? അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഏത് സഹോദരന്മാരാണ്? ആൻസർ അലി ബ്രദേഴ്സ്. നെക്സ്റ്റ് 39ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇന്ത്യൻ ഫാബ്രിക് ആൻഡ് സിംബൽ ബിക്കം പോപ്പുലർ ഡ്യൂറിംഗ് ദ ബോയ്ക്കോട്ട് സ്റ്റേജ്? ബഹിഷ്കരണ ഘട്ടത്തിൽ ഇന്ത്യൻ ഏത് തുണിത്തരവും ചിഹ്നവുമാണ് ജനപ്രിയമാക്കിയത്? ആൻസർ ഖാദി ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് കോമൺ ഇഷ്യൂ വാസ് ദ സിവിൽ ഡിസോബഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച്ഡ്? ഏത് പൊതുവിഷയത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്? ഉപ്പിന്റെ നികുതി ഉയർത്തിയത്, ഉപ്പുമായി ബന്ധപ്പെട്ടത്. അതായത് ഉപ്പിന്റെ ടാക്സ് ഉയർത്തി. മാത്രമല്ല ബ്രിട്ടീഷ് കമ്പനികൾക്കല്ലാതെ സാധാരണക്കാരും ഉപ്പ് നിർമ്മിക്കുവാനും പാടില്ല എന്നുള്ള നിയമം ബ്രിട്ടീഷ് കൊണ്ടുവന്നപ്പോഴാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 41ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ഡേ ഡിഡ് ഗാന്ധി ലോഞ്ച് ദ മൂവ്മെന്റ് ബൈ പിക്കിംഗ് അപ്പ് സോൾട്ട് ആൻഡ് ഡാനി അറ്റ് ദണ്ഡി സ്ഥലപ്പേര്. ദണ്ഡിയിൽ ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഗാന്ധിജി ഏത് രീതിയിലാണ് പ്രസ്ഥാനം ആരംഭിച്ചത്? അതായത് ഉപ്പ് സത്യാഗ്രഹം അറിയാമല്ലോ. 1930 ഏപ്രിൽ 6-നാണ് ദണ്ഡിയിൽ ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് 42ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻസ് ഫോളോവേഴ്സ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെ അനുയായികളുടെ പേരെന്തായിരുന്നു? അവർ അറിയപ്പെടുന്നത് ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ്. ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ്. അവര് റെഡ് ഷർട്ട്, ചുവന്ന ഷർട്ടുകാർ എന്നുള്ള രൂപത്തിലും അവർ അറിയപ്പെട്ടിരുന്നു. നെക്സ്റ്റ് വരുന്നത് 43ാമത്തെ ക്വസ്റ്റ്യൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
വാട്ട് വാസ് ദ എഗ്രിമെന്റ് സൈൻഡ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ദ വൈസ്രോയ് ഇൻ മാർച്ച് 1931 കോൾഡ്? 1931 മാർച്ചിൽ ഗാന്ധിയും അതുപോലെ വൈസ്രോയും തമ്മിൽ ഒപ്പുവെച്ച കരാർ എന്തായിരുന്നു? ഗാന്ധി ഇർവിൻ പാക്സ്. ഗാന്ധി ഇർവിൻ പാക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധി ഇർവിൻ കരാർ. ഇത് ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിനെ ഡൽഹി കരാർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 44ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ അൾട്ടിമേറ്റ് ഡിമാൻഡ് ഓഫ് ദ ഫേമസ് മൂവ്മെന്റ് ലോഞ്ച്ഡ് ഇൻ ഓഗസ്റ്റ് 1942? 1942 ഓഗസ്റ്റിൽ ആരംഭിച്ച പ്രശസ്തമായ പ്രസ്ഥാനത്തിന്റെ ആത്യന്തിക ആവശ്യം എന്തായിരുന്നു? ആൻസർ ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരം അറിയാലോ, ഇന്ത്യ വിടുക എന്നുള്ള ക്വിറ്റ് ഇന്ത്യയാണ് അവര് മുന്നോട്ട് വച്ചിരുന്ന ആവശ്യം. നെക്സ്റ്റ് വരുന്നത് 45ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ വാട്ട് ബേസിസ് ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിസൈഡ് ടു ഡിവൈഡ് ദ കൺട്രി അപ്പോൺ ഗ്രാൻഡിങ് ഫ്രീഡം? സ്വാതന്ത്ര്യം നൽകിയ ശേഷം ബ്രിട്ടീഷ് സർക്കാർ രാജ്യം വിഭജിക്കുവാൻ തീരുമാനിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആൻസർ റിലീജിയൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവര് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യമാക്കി മതത്തിൻ്റെ പേരിലാണ് വിഭജിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് 4ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. 2 ചാപ്റ്ററുകളാണ് വരുന്നത്. ഇതിൻ്റെ മുമ്പുള്ള 1 മുതൽ 4 വരെയുള്ള മറ്റുള്ള മൊഡ്യൂളിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാതും കാണുക. എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.